നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന ആരോപണം. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 620 പ്രതിനിധികൾ പങ്കെടുക്കും. ഔദ്യോഗിക ഉദ്ഘാടനം നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് വ്യാഴാഴ്ച നിർവഹിക്കും. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. തീരുമാനം RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ. മാലിന്യം ഉടൻ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന ആരോപണം. അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. വാർത്തകൾ വിശദമായി. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് സുരേഷ് ഗോപി ആഞ്ഞടിച്ചത്. എന്റെ MP ലാഡ്സിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയയെ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരൂ. കാരണം ജനങ്ങളത് അറിയണം. അധമന്മാർ ചുറ്റുവട്ടത്തിൽപ്പെടുമുണ്ട്. അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. സത്യം പറയാൻ തുറന്നു. അധമ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം ഞാൻ നേരിടും, നെഞ്ചു വിരിച്ചു നേരിടും. വരുന്നവർ വരട്ടെ. വലിയ സന്തോഷത്തോടെയല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സംഘങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്ന വിഷയത്തിൽ നിരവധി തവണ ടൂറിസം സെക്രട്ടറി ബിജുവിനെ വിളിച്ച് തനിക്ക് ഇതിൽ ഭാഗമാകണമെന്ന് പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്ക് ഇതിനു മുൻപ് ഫണ്ട് അനുവദിച്ച ചരിത്രമില്ല. ഒരു സംസ്ഥാനത്തിന്റെ വകുപ്പ് സെക്രട്ടറിക്കും കളക്ടർക്കുമാണ് നിർദ്ദേശങ്ങൾ അയച്ചത്. ധനസഹായം വൈകിയപ്പോൾ അക്കാര്യം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചവർ പ്രായശ്ചിത്തം ചെയ്യണം. ഇവിടെ നിന്ന് ജയിച്ച മന്ത്രിയായ ഒരാളാണ് ഇതിന് കുടപിടിച്ചതെന്നും ഇത്രയും അധമനാകരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇൻക്രെഡിബിൾ ഇന്ത്യ ലോഗോ വന്നില്ല എന്നത് നിയമപരമായ തെറ്റാണ്. ആ വീഴ്ച കേരളം ഏറ്റുപറഞ്ഞതോടെയാണ് ഫണ്ട് അനുവദിച്ചത്. സംഘങ്ങൾ മാനദണ്ഡങ്ങൾ വായിച്ചു മനസ്സിലാക്കണമെന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം പുലിക്കളിയിൽ പങ്കെടുത്ത 8 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തി പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വ്യക്തമാക്കി. കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ രൂക്ഷ വിമർശനത്തോടെയാണ് പൊതുചർച്ച ആരംഭിച്ചത്. എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും വ്യാപാരി സമൂഹം കോർപ്പറേഷനുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നുമായിരുന്നു ഡെപ്യൂട്ടി മേയർ A. പ്രസാദിന്റെ നിലപാട്. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മേയർ വിശദീകരിച്ചു. വന്ദേ മാതരത്തോട് കോർപ്പറേഷൻ അനാദരവ് കാണിച്ചെന്ന് BJP ആരോപിച്ചു. മേയറും ഡെപ്യൂട്ടി മേയറും അക്കാര്യത്തിൽ മാപ്പ് പറയണമെന്ന് BJP അംഗം രഘുനാഥ് C. മേനോൻ ആവശ്യപ്പെട്ടു. കോടികൾ മുടക്കി കൊണ്ടുവന്ന പോർട്ട് ഹോൾ മെഷീൻ ഉണ്ടായിട്ടും നഗരത്തിലെ റോഡുകളിൽ കുഴികൾ നിറഞ്ഞതിൽ പരിഹാരം ആവശ്യപ്പെട്ട് കക്ഷി ഭേദമന്യേ കൌൺസിലർമാർ രംഗത്തെത്തി. നഗരത്തിൽ ഓണക്കാലത്തെ വൈദ്യുതി തടസ്സം, ഹരിതകർമ്മ സേനാ വിഷയം, ബയോബിൻ വിതരണത്തിലെ അനാസ്ഥ, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൽ വൈദ്യുതി വിഭാഗത്തിന്റെ നിസ്സഹകരണം, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൌൺസിലർമാർ ഉന്നയിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത 3 ലക്ഷം രൂപ വീതം കൈമാറിയതിൽ ആഹ്ലാദ സൂചകമായി പുലിമുഖങ്ങൾ അണിഞ്ഞ് കൌൺസിലിൽ പങ്കെടുത്ത BJP അംഗങ്ങൾ മധുര വിതരണവും നടത്തി. TCV, തൃശൂർ. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാം സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 620 പ്രതിനിധികൾ പങ്കെടുക്കും.
ആദ്യമായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തും. 20-ന് റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് തൃശൂർ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലക്ഷദ്വീപിൽ ഉൾപ്പെടെയായി 20 സൗഹാർദ്ദ പ്രതിനിധികളും ഉൾപ്പെടെ 620 പേരാണ് സമ്മേളനത്തിൽ ഉണ്ടാവുക. സംഘടനയുടെ പ്രവർത്തനങ്ങളും യുവജന സമൂഹം നേരിടുന്ന സമകാലിക വിഷയങ്ങളും സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. അഖിലേന്ത്യാ സെക്രട്ടറി ഹിമക്നാരാജ് ഭട്ടാചാര്യ, പ്രസിഡന്റ് A.A. റഹീം MP തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 21-ന് വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 22-ന് നേതാജി ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി 22-ന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിനിധികളുടെയും യൂത്ത് ബ്രിഗേഡിന്റെയും മാർച്ച് നേതാജി ഗ്രൗണ്ടിൽ സമാപിക്കും. പൊതുസമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ, ട്രഷറർ KK രാമചന്ദ്രൻ MLA, ഡിവൈഎഫ്ഐ നേതാക്കളായ ഗ്രീഷ്മ അജയ് ഘോഷ്, KS റോസൽരാജ്, PH നിയാസ്, സുകന്യ ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. RDO വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഭൂവുടമകളും ഏജന്റുമാരും അവരുടെ ചെലവിൽ രാസമാലിന്യം കലർന്ന മണ്ണ് കൊണ്ടുവന്ന ഇടത്തേക്ക് തന്നെ കൊണ്ടുപോകണം. മാലിന്യം വൈകാതെ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. മാലിന്യം എത്തിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കുമെതിരെ കേസെടുക്കും. രാസമാലിന്യം കലർന്ന ജലസ്രോതസ്സുകൾ പരിശോധിക്കുകയും അവലോകനം നടത്തുകയും ചെയ്യും. മറ്റിടങ്ങളിൽ രാസമാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം എയർ പ്രോഡക്റ്റ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് മാലിന്യം നീക്കാൻ കരാർ നൽകിയിട്ടുള്ളതെന്നും ഹൈവേ നിർമ്മാണത്തിന് മാത്രമേ രാസമാലിന്യം ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോടെയാണ് കരാർ നടപ്പിലാക്കിയതെന്നും ബിനാനി സിംഗ് കമ്പനി പ്രതിനിധി യോഗത്തെ അറിയിച്ചു. രാസമാലിന്യ പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. എറിയാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ KK വത്സരാജ് MLA അധ്യക്ഷത വഹിച്ചു. RDO PP ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of gold. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:45-ന് കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനുണ്ട്. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now.
Key OTT. One platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡയറക്ടർമാരായ മനോജ് പൂവത്തിങ്കൽ, മാക്കൂത്ത് ഗോവിന്ദൻകുട്ടി എന്നിവർ രാജിവെച്ചതായി മിനിറ്റ്സിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഇവരെ ബോർഡിൽ നിന്നും പുറത്താക്കിയതായും ആരോപണമുണ്ട്. 7 വർഷമായി ജോലി ചെയ്യുന്ന ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ കാരണമില്ലാതെ പിരിച്ചുവിട്ടതായും പറയുന്നു. പ്രസിഡന്റിന് ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രസിഡന്റാണ് വേലൂര് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ഹൈക്കോടതിയിലെ കേസ് നിലവിൽ ഉള്ളതുമാണ്. ഡ്രൈവർ മനോജും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം ഇവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുക. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് എല്ലാവരും പിന്തുണയും ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലംനിറയ്ക്ക് ആവശ്യമായ 1000-ലധികം നെൽക്കതിർക്കറ്റകൾ തിങ്കളാഴ്ച ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചിരുന്നു. അടിയന്തര പ്രവർത്തിക്കാരായ 10 കാർ വാര്യന്മാർ രാവിലെ കിഴക്കേ ഗോപുരത്തിന് മുൻവശം ശുദ്ധമാക്കിയ ശേഷം അരിമാവണിഞ്ഞ് വലിയ നാക്കിലകൾ സമർപ്പിച്ചു. തുടർന്ന് അഴീക്കൽ, മനയം എന്നീ പാരമ്പര്യ അവകാശ കുടുംബങ്ങളിലെ അംഗങ്ങൾ കതിർക്കറ്റകൾ തലച്ചുമടായി കൊണ്ടുവന്ന് 3 തവണ വലം വെച്ച ശേഷം നാക്കിലയിൽ സമർപ്പിച്ചു. കീഴ്ശാന്തി കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം കീഴ്ശാന്തി കീഴേടം വാസുദേവൻ നമ്പൂതിരി ഉണങ്ങലരിയിട്ട ഓട്ടൂരുളിയിൽ ആദ്യ കതിർക്കറ്റകൾ വെച്ച് തലയിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇദ്ദേഹത്തിന് പിന്നാലെ 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാരും കതിർക്കറ്റകളുമായി അനുഗമിച്ചു. ഗുരുവായൂരപ്പന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ ദർശിക്കാൻ തക്കവിധം കതിർക്കറ്റകൾ സമർപ്പിച്ചു. ആല്, മാവ്, പ്ലാവ്, അല്ലി, ഇല്ലി, ഒടിച്ചുകുത്തി, ദശപുഷ്പം തുടങ്ങിയ നിറക്കോപ്പുകളുമായി അലങ്കാരമൊരുക്കി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി നാരായണ പൂജ നടത്തി. ഇതിനുശേഷം ചൈതന്യവത്തായ കതിർ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തിയതോടെ ഇല്ലം നിറ ചടങ്ങ് പൂർത്തിയായി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി 30-ന് നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 23, 30, സെപ്റ്റംബർ 13 തീയതികളിൽ വിവാഹ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഈ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലിക്കെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കും. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയന പ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല.
കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് നട്ടെല്ലിന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫയർ സ്റ്റേഷൻ റോഡിലെ ഭാര്യ വീടിന് സമീപമായിരുന്നു സംഭവം. ഓൺലൈൻ ഡെലിവറി ബോയിയെ കാത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന അഭിജിത്തിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിക്കാനെത്തുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇയാൾക്ക് വീണ് പരിക്കേറ്റു. നട്ടെല്ലിന് ക്ഷതമേറ്റ അഭിജിത്ത് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ത്യയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിക്കാതെ ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാവില്ലെന്ന് പി സന്തോഷ് കുമാർ MP പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി അച്യുതമേനോൻ ചെയർ തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിൽ എക്കാലവും രാജ്യത്തിന് മാതൃകയായ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് കേന്ദ്ര ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ആവർത്തിച്ച് വെട്ടിക്കുറയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഭാവിയെ ഗൌരവത്തോടെ കാണണമെന്നും പി സന്തോഷ് കുമാർ MP പറഞ്ഞു. സി അച്യുതമേനോൻ ചെയർ ഗവേണിംഗ് ബോർഡ് അംഗം PP സുനീർ MP അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ R രാജഗോപാൽ സി അച്യുതമേനോന്റെ മകനും ചെയറിന്റെ ഗവേണിംഗ് കൌൺസിൽ അംഗവുമായ ഡോക്ടർ വി രാമൻകുട്ടി, തൃശൂർ സി അച്യുതമേനോൻ സ്മാരക ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R രമ്യ, ചെയർ ഗവേണിംഗ് ബോഡി അംഗം KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ജില്ലാതല ഓണം വിപണന മേള സംഘടിപ്പിച്ചു. അയ്യന്തോൾ കളക്ടറേറ്റ് അങ്കണത്തിൽ ആരംഭിച്ചിട്ടുള്ള വിപണന മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ശോഭു നാരായണൻ, KN ദീപ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള കൈത്തറി വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയെല്ലാം മേളയിലൂടെ ലഭ്യമാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. മേള ഈ മാസം 22-ന് സമാപിക്കും. ഏഴാറ്റുമുഖത്ത് വിനോദസഞ്ചാരികൾക്കും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വനപാലകർക്കും നേരെ കാട്ടാന ആക്രമണം. വനപ്പറയൻപാറ എലിച്ചാണി ഭാഗത്തായിരുന്നു സംഭവം. അതിരപ്പള്ളിയിലേക്ക് പോയ വിനോദസഞ്ചാരികൾ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നതിനിടെ ആന പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അതുവഴിയെത്തിയ RRT സംഘം വിനോദസഞ്ചാരികളുടെ രക്ഷയ്ക്കെത്തിയതോടെ ആന RRT സംഘത്തിന് നേരെ തിരിഞ്ഞു. രക്ഷപ്പെടാനായി പിന്നോട്ടെടുത്ത ജീപ്പ് സമീപത്തെ കലുങ്കിൽ ഇടിച്ചതോടെ ജീപ്പിലുണ്ടായിരുന്ന വികാസ് മോഹൻ, PB സുധീർ എന്നിവർ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ചാലക്കുടി വെള്ളാഞ്ചിറ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മോതിരക്കണ്ണി സ്വദേശി മനക്കലാൻ ജോയ് മകൻ 27 വയസ്സുള്ള ജിതിനാണ് മരിച്ചത്. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അത്താണിയിൽ ട്രസ് പണിക്കിടെ വീണ് തൊഴിലാളി മരിച്ചു. ഒല്ലൂർ പടവരാട് സ്വദേശി കൊല്ലേരി വീട്ടിൽ ബാലന്റെ മകൻ 41 വയസ്സുള്ള ബിനിലാണ് മരിച്ചത്. അത്താണി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ട്രസ് പണിയുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുല്ലശ്ശേരി നല്ല ഇടയന്റെ ദേവാലയത്തിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മുല്ലശ്ശേരി സ്വദേശി ചാഴൂര് റപ്പായി മകൻ 53 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ റോബിൻ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എരുമപ്പെട്ടിയിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. പാഴേട്ടുമുറി സ്വദേശി കൊട്ടിലങ്ങൽ വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. കോലഴി കൊടുമുള്ളിക്കാവ് വേട്ടക്കര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വെള്ളി വിളക്ക് മോഷ്ടാക്കൾ കവർന്നു. ക്ഷേത്രത്തിലെ അലമാര കുത്തി തുറന്ന് അതിനുള്ളിലെ താക്കോൽ ഉപയോഗിച്ചാണ് കവർച്ച നടത്തിയത്. വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഓണം എത്തിയതോടെ നേന്ത്രക്കായയ്ക്ക് തീ പിടിച്ച വില. കായവരവ് കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത്തവണ ഓണച്ചന്തകൾ സജീവമാകുന്നതിന് മുൻപ് തന്നെ നേന്ത്രക്കായുടെ വില കുത്തനെ ഉയർന്നിരുന്നു. ഓണത്തിന് മലയാളികൾക്ക് ഒഴിവാക്കാനാകാത്ത ചിപ്സ് നിർമ്മാണത്തിനും ഓണസദ്യക്കുമുള്ള നേന്ത്രക്കായുടെ ലഭ്യത കുറഞ്ഞതാണ് വിപണിയിൽ വില ഉയരാൻ കാരണമായത്. കഴിഞ്ഞ വർഷം ഈ സമയം തൃശൂർ സെക്ടൻ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് വിറ്റിരുന്ന നേന്ത്രക്കായ്ക്ക് ഇപ്പോൾ 70 രൂപയായി. നാടൻ കായക്കൊലകൾ 75 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സാധാരണഗതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കൊലകൾ വലിയ തോതിൽ വരാറുണ്ട്. എന്നാൽ ഇത്തവണ അവിടെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തമിഴ്നാട്ടിലെ പുളിയൻപെട്ടി, സത്യമംഗലം, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നേന്ത്രക്കായകൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് വൻകിട ചിപ്സ് നിർമ്മാണ യൂണിറ്റുകളും വ്യാപാരികളും വ്യാപകമായി നേന്ത്രക്കായ വാങ്ങാൻ ആരംഭിച്ചതും വിലവർദ്ധനവിന് കാരണമായി. കഴിഞ്ഞ തവണ നേന്ത്രക്കായ്ക്ക് വില തീരെ കുറവായതിനാൽ വലിയ നഷ്ടം നേരിട്ട പ്രാദേശിക കർഷകരിൽ പലരും കൃഷി ഉപേക്ഷിച്ചു. പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗശല്യവും മൂലം ഇത്തവണ പ്രാദേശിക തലത്തിലുള്ള കൃഷി കുറവായതും നേന്ത്രക്കായുടെ ലഭ്യത കുറവിനും വിലവർദ്ധനവിനും കാരണമായതായി ശക്തൻ മാർക്കറ്റിലെ വ്യാപാരിയായ കമറുദ്ദീൻ പറയുന്നു. നേന്ത്ര 70 തമിഴ്നാട്, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, പുളിയൻപെട്ടി വരവ് കുറവാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വില കിട്ടാത്ത കാരണം ഇപ്രാവശ്യം വളരെ കൃഷി കുറവാണ്. പിന്നെ തമിഴ്നാട് മഴയില്ല, വെള്ളം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ചരക്ക് വളരെ ദൗർബല്യം. കഴിഞ്ഞ പ്രാവശ്യം വില കിട്ടിയില്ല, പിന്നെ വെള്ളം വന്ന് കുറെ നാശമായി. അപ്പൊ കൃഷി കുറവാണ്. നാടൻ ചോളം വില കൂടിയ കാരണം കുറച്ച് കുറവാണ്. വില ഇനി കൂടാൻ സാധ്യതയില്ല. ഇനിയിപ്പോ ആൾക്കാർ മേടിക്കില്ല. എത്ര വലിയ വിലയാണെങ്കിൽ പിന്നെ ഓണത്തിനൊക്കെ മേടിക്കാന്ന് വിചാരിക്കുള്ളവർ. ഇപ്പൊ വറുവേരാണ് ഇപ്പൊ എടുക്കുന്നത്. ഇതിപ്പോ 70, നാടൻ 75. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം.
മെൽക്കർ ഫിനാൻസ് ഗ്രൂപ്പിലെ നിക്ഷേപകർ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങളിലൂടെ 320 കോടിയിലധികം രൂപ മെൽക്കർ ഗ്രൂപ്പ് തട്ടിച്ചതായാണ് ആരോപണം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിന്റെ 58ഓളം ബ്രാഞ്ചുകളിലൂടെയാണ് പണം നിക്ഷേപമായി സ്വീകരിച്ചത്. കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് നിക്ഷേപകർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ നടപടികൾ വേഗത്തിലാക്കി പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് നിക്ഷേപകർ ധർണ സംഘടിപ്പിച്ചത്. പൊതുപ്രവർത്തകൻ ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പോൾസൺ ഇടുത്തൻ അധ്യക്ഷത വഹിച്ചു. MJ കുര്യാക്കോസ്, റീത്ത M ആന്റണി, പ്രിയകുമാർ, അഡ്വക്കേറ്റ് നന്ദന വാര്യർ, ശ്രീകാന്ത് തിരുവനന്തപുരം, രാധാകൃഷ്ണൻ കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് വിഭാഗത്തിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്റലിജന്റ് ടെക്നോളജീസ് ഫോർ ടുമോറോ എന്ന പേരിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. കൃത്രിമ ബുദ്ധിയും ബുദ്ധിപരമായ സാങ്കേതിക വിദ്യകളും ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന ചർച്ചകൾക്ക് സമ്മേളനം വേദിയായി. IIT മദ്രാസ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ P. ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ 300-ലധികം പേർ പങ്കെടുത്തു. വെള്ളറക്കാട് മണ്ണാൻകുന്നിൽ ക്വാറിയിൽ വീണ് വയോധിക മരിച്ചു. തെക്കൂട്ടുവളപ്പിൽ 75 വയസ്സുള്ള കാളിക്കുട്ടിയാണ് മരിച്ചത്. നാട്ടുകാരാണ് കാളിക്കുട്ടിയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ക്വാറി നാട്ടുകാർ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും ഉപയോഗിക്കുന്നതാണ്. ക്വാറിയിൽ കുളിക്കാൻ പോകാറുള്ള കാളിക്കുട്ടി തലകറങ്ങി വീണതാകാം എന്ന് കരുതുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചാലക്കുടിയിൽ നടന്ന റെയ്ഡിൽ 5 ലിറ്റർ വാറ്റ് ചാരായവുമായി ഒരാൾ അറസ്റ്റിൽ. ചായപ്പൻകുഴി ചൂളക്കടവ് പാണംപറമ്പിൽ ശിവദാസനെയാണ് തൃശൂർ സ്പെഷ്യൽ എക്സൈസ് സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, ജെയ്സൺ ജോസ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ 15ാമത് ഓർമ്മ ദിനാചരണവും പുരസ്കാര സമർപ്പണവും നടന്നു. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര സംവിധായകൻ സത്യൻ നന്ദിക്കാട് ഉദ്ഘാടനം ചെയ്തു. കുട്ടനെല്ലൂർ സാംസ്കാരിക സംഗീത കാരുണ്യ വേദിയുടെ 4ാമത് ജോൺസൺ മാസ്റ്റർ പുരസ്കാരം പിന്നണി ഗായകൻ G. വേണുഗോപാലിന് റാണി ജോൺസൺ സമ്മാനിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാദർ പോൾ പൂവത്തിങ്കൽ, രാജീവ് മേനോൻ, KJ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോൺസൺ മാസ്റ്റർ ഈണം വിട്ട ഗാനങ്ങളുമായി അരവിന്ദ് വേണുഗോപാൽ നയിച്ച താനെ പൂവിട്ട മോഹം എന്ന സംഗീത പരിപാടി അരങ്ങേറി. ജോൺസന് പുതിയ തലമുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗായകരും ചിത്രയും. ജോൺസൺ ഈ ജയറാം ഒരു ബാർബറായിട്ട് മാറുന്ന കഥയാണ്. തൃശൂർ ജില്ലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വരെ ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് തൃശൂർ ജില്ലാ ഭരണകൂടം അടിയന്തര സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ജില്ലയിലെ മുഴുവൻ ബീച്ചുകളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം പൂർണ്ണമായും വിലക്കി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മിൽമ യൂണിയൻ പിരിച്ചുവിട്ട UDF സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം തൃശൂരിൽ ധർണ നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. PK ഡേവീസ്, PR വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പോലീസ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമി അക്വാറ്റിക് കോംപ്ലക്സിൽ തുടരുന്നു. മന്ത്രി OJ ജനീഷ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ J. പല്ലൻ MLA, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച സമാപിക്കും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സർവീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണ പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT സണ്ണി ഉദ്ഘാടനം ചെയ്തു.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖലയുടെ ഓണാഘോഷം നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സജീവ് വസതിനി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബെന്നി സ്പെക്ട്ര അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷാജി ലെൻസ്മാൻ, ഭാരവാഹികളായ അനിൽ തുമ്പയിൽ, പി വി ശിവാനന്ദൻ, ലിജോ പി ജോസഫ്, എൻ ഡി ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. നവംബറിൽ തൃശൂരിൽ നടക്കുന്ന കാനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ദേശീയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം S. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. N. സനിൽ ബാബു അധ്യക്ഷത വഹിച്ചു. PH. വിനീത, ജെറിൻ K. ജോൺ, T. സുധാകരൻ, MR. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 14, 15 തീയതികളിലാണ് സമ്മേളനം. ഞായറാഴ്ച രാത്രി KSEBയുടെ വാടാനപ്പള്ളി ഓഫീസിലെത്തി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. രാത്രി 11:30 KSEB ഓഫീസിലെത്തിയ വാടാനപ്പള്ളി സ്വദേശി നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും കയ്യിലെ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായാണ് പരാതി. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSEB ജീവനക്കാർ വാടാനപ്പള്ളി സെന്ററിൽ സമരം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB INTUC യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആൻഡോ അധ്യക്ഷനായി. രഞ്ജിത്ത്, K. മനോജ്, ബിജു, KS. രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അപകടത്തിൽപ്പെട്ടയാളെ കൊണ്ടുപോയിരുന്ന ആംബുലൻസ് കാനാണി സെന്ററിലെ ഗതാഗത കുരുക്കിൽ ദീർഘനേരം കുടുങ്ങി. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസാണ് ഗതാഗത കുരുക്കിലാക്കപ്പെട്ടത്. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണങ്ങളും റോഡിന്റെ വീതി കുറവുമാണ് കാനാണിയിൽ ഗതാഗത കുരുക്കിനിടയാക്കുന്നത്. കാനാണി സെന്ററിൽ ബ്ലിങ്കിംഗ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് പരിഗണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് ഒരു സിഗ്നല് ബ്ലിങ്കിംഗ് ലൈറ്റ് പ്രകാരം അവിടെ സ്ഥാപിച്ചാൽ മാത്രമാണ് ഒരു സ്ലോ ഉണ്ടാവുള്ളൂ. ആ സ്ലോ ഉണ്ടാകുന്നത് വഴി സെൻട്രൽ ട്രാഫിക് സിസ്റ്റം കൊണ്ടുവരണം. അതുവഴി ട്രാഫിക് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണം വരും. അത്യന്ന നിലയിൽ ഒരു ആംബുലൻസ് പോലും അതിൽ വന്നു കഴിഞ്ഞാൽ ദീർഘനേരം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ ജീവന് വരെ അപകടാവസ്ഥ വരുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സെന്ററിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി വാണിജ്യം. ഓഫറുകളുടെ ഓണക്കാലം സമ്മാനിച്ച് ചൊവ്വൂർ പുല്ലോക്കാരൻ ഫർണിച്ചർ. ഈ ഓണക്കാലത്ത് മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ പുല്ലോക്കാരനിൽ നിന്ന് സ്വന്തമാക്കാം. വിശ്വാസ്യതയും ഗുണമേന്മയും ഇഴചേർന്ന അരനൂറ്റാണ്ടോളം നീണ്ട പാരമ്പര്യമാണ് ഫർണിച്ചർ വിപണന രംഗത്ത് പുല്ലോക്കാരൻ ഫർണിച്ചറിനെ എന്നും ഒന്നാമതാക്കുന്നത്. 1979 മുതൽ രംഗത്തുള്ള പുല്ലോക്കാരൻ ഫർണിച്ചർ ഓണത്തോടനുബന്ധിച്ച് 5 മുതൽ 20% വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളും EMI സൗകര്യവും ലഭ്യമാക്കുന്നു. എല്ലാത്തരം ആഘോഷങ്ങൾക്കും വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്കും ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള പ്രൗഢിയും ഗുണമേന്മയും ഈടുറ്റതും ആകർഷകവുമായ സോഫ സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, മാട്രസുകൾ, കിഡ്സ് ഫർണിച്ചറുകൾ, സിറ്റ് ഔട്ട് ചെയറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ചൊവ്വൂർ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന എല്ലാത്തരം ഫർണിച്ചറുകളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനൊപ്പം സാധാരണക്കാരുടെ ബജറ്റിനനുസരിച്ച് ഈട്ടി, തേക്ക്, അക്വേഷ്യ, മഹാഗണി എന്നിവയിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ചും നൽകുന്നു. ഏതു തലമുറകൾക്കും ആവശ്യമായ ഫർണിച്ചറുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരമാണ് വിശാലമായ പുല്ലോക്കാരൻ ഫർണിച്ചർ ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഷോറൂമിലെ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളുടെ സേവനം മികച്ച ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സഹായകരമാകുന്നു. ഇങ്ങനെ PF എന്ന 2 അക്ഷര ലോഗോയിലൂടെ മേഖലയിൽ സമാനതകളില്ലാത്ത പുല്ലോക്കാരൻ ഫർണിച്ചറുകൾക്ക് കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആവശ്യക്കാരേറെയാണ്. ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കുമെന്ന് പ്രൊപ്പറേറ്റർ റെപ്പായി പുല്ലോക്കാരൻ അറിയിച്ചു.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കും മുൻ ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ അധമ പ്രവർത്തനം നടത്തിയെന്ന ആരോപണം. തൃശൂർ കുറുപ്പം റോഡിലെ കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോർപ്പറേഷൻ കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർത്തിയ പ്രതിപക്ഷം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 620 പ്രതിനിധികൾ പങ്കെടുക്കും. ഔദ്യോഗിക ഉദ്ഘാടനം നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് വ്യാഴാഴ്ച നിർവഹിക്കും. എറിയാട് പഞ്ചായത്തിൽ ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും. തീരുമാനം RDO വിളിച്ചു ചേർത്ത യോഗത്തിൽ. മാലിന്യം ഉടൻ നീക്കിയില്ലെങ്കിൽ കരാറുകാരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കും. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന ആരോപണം. അംഗങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണെന്ന് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.